ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ്. ഡി സി ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പല ടൈപ്പ് ഡി സി ജനറേറ്റർ പല ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ പല ടൈപ്പ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഡി സി മെഷീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി മെഷീൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷണൽ ഡിഫറൻസിലുള്ള വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷനിൽ നമ്മൾ രണ്ട് ടൈപ്പ് വൈൻഡിങ് പറഞ്ഞു, രണ്ട് ഫീൽഡ് പറഞ്ഞിരുന്നു. ഒന്ന് ഫീൽഡും രണ്ടാമത്തത് ആർമേച്ചറും. രണ്ട് ടൈപ്പ് വൈൻഡിങ് പറഞ്ഞിരുന്നു, ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും. ഈ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഡി സി ജനറേറ്ററിനകത്ത് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മാഗ്നറ്റിക് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സപ്ലൈ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ആണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയാം, ഫീൽഡ് എന്ന് പറയും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഡി സി ജനറേറ്ററിനകത്ത് എക്സൈറ്റേഷൻ ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ ഡി സി ജനറേറ്ററിലെ ഫീൽഡിനെ എനർജൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഡി സി ജനറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഓൾറെഡി ആർമേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് കിട്ടുന്ന സ്ഥലമാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്, ഒരു വോൾട്ടേജ് ഉണ്ട്. ഈ വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷനാണ്. രണ്ടാമതൊരു ഓപ്ഷൻ, ഫീൽഡിനെ ഞാൻ പുറത്തു നിന്നും ഒരു ബാറ്ററി വെച്ചിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ജനറേറ്റർ വെച്ചിട്ട് സപ്ലൈ കൊടുത്ത് ഫീൽഡിനെ ഞാൻ എക്സൈറ്റ് ചെയ്തു. ഇവിടെ കിട്ടുന്ന ആർമേച്ചർ ഇ എം എഫിനെ മുഴുവനായിട്ട് ഞാൻ എന്താക്കിയെടുത്തു, ഔട്ട്പുട്ട് ആക്കിയെടുത്തു. ഈ രീതിയിലാണ് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന്, ഫീൽഡ് വൈൻഡിങ്ങിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ജനറേറ്ററിൽ നിന്ന് പുറത്ത് നിന്ന് ഒരു ജനറേറ്റർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ബാറ്ററി സോഴ്സ് വെച്ചിട്ടോ എക്സൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. അതിനെയാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡി സി ജനറേറ്ററിൻ്റെ ഫീൽഡിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് പുറത്ത് നിന്നുള്ള ഒരു ഡി സി സോഴ്സാണ്, ഒരു ലോ വോൾട്ടേജ് ഡി സി സോഴ്സ്. നോർമലി ഇറ്റ് മേ ബി 24, 36 അല്ലെങ്കിൽ 42 വോൾട്ട്, 48 വോൾട്ട്, 24, 36 or 48 വോൾട്ട്. ഇതേപോലെയുള്ള ചെറിയ വോൾട്ടേജ് ലെവലിലുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് വഴി, മേ ബി അഡീഷണൽ ജനറേറ്റർ ഡി സി വോൾട്ടേജ് ആണ്, അഡീഷണൽ ഡി സി ജനറേറ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ബാറ്ററി സോഴ്സ് ആയിരിക്കാം. സോ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ജനറേറ്റേഴ്സിനെയാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയും. അതായത് നമുക്ക് ജനറേറ്ററിൻ്റെ റെപ്രസെൻറ്റേഷന് ഇത് ആർമേച്ചറാണ്. നമ്മൾ ആർമേച്ചറിൽ നിന്ന് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തു. ഇതിന് ഔട്ട്പുട്ട് നമ്മളിവിടെ ലോഡ് കണക്ട് ചെയ്യും. ഇതിന് ഫീൽഡ് ഉണ്ടാവും. ഈ ഫീൽഡ് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തു നിന്ന് വേറൊരു എക്സൈറ്റേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, അഡീഷണൽ ഡി സി. ഇത് ഔട്ട്പുട്ട്. സോ ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ മീൻ വി ആർ ഡൂയിങ് എക്സൈറ്റേഷൻ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്. നെക്സ്റ്റ് വൺ, രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു മെഷീൻസിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ബാറ്ററി സോഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എക്സൈറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് നമുക്ക് വലിയ ലിമിറ്റേഷനാണ്, അഡീഷണൽ എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു സിസ്റ്റം എടുത്തു, ദാറ്റ് ഈസ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, രണ്ടാമത്തെ ഓപ്ഷൻ. ഓൾറെഡി ഇതിനകത്ത് ഇതൊരു ഡി സി ജനറേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ഡി സി ഔട്ട്പുട്ട് ഉണ്ട്. ഇതിൻ്റെ ആർമേച്ചറിനകത്ത് ഓൾറെഡി ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സൈറ്റേഷൻ കൊടുക്കുക. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തിട്ട് എക്സൈറ്റേഷൻ കൊടുക്കുക. സോ ആ ടൈപ്പ് എക്സൈറ്റേഷനാണ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. ആർമേച്ചറിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് അത് ഫീൽഡിൽ എക്സൈറ്റേഷൻ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ആർമേച്ചറിൽ നിന്ന് ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നനുസരിച്ച്, എങ്ങനെയാണോ ആർമേച്ചറിനെ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്നതനുസരിച്ച്, ആർമേച്ചറും ഫീൽഡും കണക്ഷൻ അനുസരിച്ച് 3 തരത്തിലാണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഉള്ളത്. ഒന്ന് ഷണ്ട് ജനറേറ്റർ, 2 സീരീസ് ജനറേറ്റർ, മൂന്നാമത്തത് കോമ്പൗണ്ട് ജനറേറ്റർ.
ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. ഇറ്റ്സ് നത്തിങ് ബട്ട് എങ്ങനെ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും കണക്ട് ചെയ്തിരിക്കുന്നു. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആണെന്ന് നമുക്കറിയാം, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ആണെന്ന് അറിയാം, കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ്. ഷണ്ടിന്റെയും സീരീസിന്റെയും കോമ്പിനേഷനാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ടു തിങ്സ്, കോമ്പൗണ്ട്. അപ്പോൾ കോമ്പൗണ്ടിലെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിട്ടും സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിട്ടും നമുക്ക് വൈൻഡിങ്സ് ഉണ്ട്. രണ്ട് വൈൻഡിങ് ഉണ്ടാവും അതിനകത്ത്. ഒന്ന് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും, രണ്ടാമത്തത് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും. വിൽ ഡിസ്കസ് ദാറ്റ്. അത് നമുക്ക് ഷണ്ടും സീരീസും നോക്കാം. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ആർമേച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സൈറ്റേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വരാവുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ എക്സൈറ്റേഷൻ എവിടെ നിന്ന് കിട്ടും? ആർമേച്ചർ എന്ന് പറയുന്നത് ജനറേറ്റഡ് ഇ എം എഫ് ആണ്. ആ ജനറേറ്റഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി അതിനകത്ത് ഫീൽഡിനകത്ത് ആര് വേണം? ഒരു എക്സൈറ്റേഷൻ വേണം. അപ്പോൾ ഇനീഷ്യൽ എക്സൈറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് പ്രകാരം അതിനകത്തൊരു റെസിഡൽ മാഗ്നറ്റിസം ഉണ്ടാവും. ആ റെസിഡൽ മാഗ്നറ്റിസം യൂസ് ചെയ്തിട്ടാണ് ഇനീഷ്യൽ എക്സൈറ്റേഷൻ എന്ത് ചെയ്യുന്നത്, ഈ മെഷീൻസിനകത്ത് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ എക്സൈറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള റെസിഡൽ മാഗ്നറ്റിസം. പക്ഷേ നമുക്കൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലൊക്കെ വരുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇനീഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അഡീഷണൽ സപ്ലൈ ചെയ്യും ആസ് ആൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. സോ നമ്മൾ നോർമലി ജനറലി പറയുമ്പോൾ അതിനകത്തുള്ള റെസിഡൽ മാഗ്നറ്റിസം ഈസ് ഇനഫ് ടു സ്റ്റാർട്ട് ദ മോട്ടോർ ഓർ ടു സ്റ്റാർട്ട് ദ ജനറേറ്റർ, അല്ലെങ്കിൽ ടു ജനറേറ്റ് ഔട്ട്പുട്ട്. സോ ഇപ്പോൾ നമുക്ക് സെൽഫ് എക്സൈറ്റഡിൽ 3 എണ്ണം ഉണ്ട്: ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിന്, ഈ ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, എക്സൈറ്റേഷൻ എടുക്കുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങിൽ നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ എടുക്കും. അപ്പോൾ എക്സൈറ്റേഷൻ ഇവിടെ നിന്ന് തന്നെ എടുക്കും, അത് പാരലലായിട്ട്. ആർമേച്ചറിന് പാരലലായിട്ടാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് കോൾഡ് ആസ് ഷണ്ട് എക്സൈറ്റഡ്, ഷണ്ട് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. സപ്പോസ് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സീരീസ് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷണ്ട് ഫീൽഡിനെ 2 പീസ് ആക്കിയിട്ട് ഒരു പീസ് നമ്മൾ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും, രണ്ടാമത്തെ പീസ് ഷണ്ടായിട്ടും കണക്ട് ചെയ്യും. വിച്ച് മീൻസ് അതിന് രണ്ട് വൈൻഡിങ് ഉണ്ടാവും ഫീൽഡിന്. ഒന്ന് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിട്ടും ഒന്ന് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിട്ടും ജനറേറ്ററിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് വരയ്ക്കാം. അതിനു മുമ്പേ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ കണക്ഷനാണ്, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷനാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും വാല്യൂസും വേരിയേഷൻസും നമുക്കറിയാം. സോ അതനുസരിച്ച് ഇവിടെ വെറുതെ ഒരു വൈൻഡിങ് കൊടുത്താൽ പോരാ, ഈ വൈൻഡിങ്ങിനൊരു കണക്കുണ്ട്, ആ വൈൻഡിങ്ങിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ സപ്പോസ് ഇഫ് ദ എക്സൈറ്റേഷൻ ഇസ് പാരലൽ, excitation winding should, or shunt field winding should have many number of turns with fine wires. അതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കും. ഫൈൻ വയേഴ്സിൻ്റെ ഒരുപാട് ടേൺസ് ഉള്ള വൈൻഡിങ് ആയിരിക്കും നമ്മൾ ആരായിട്ട് യൂസ് ചെയ്യുന്നത്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഇതേ സാധനം നമ്മൾ സീരീസ് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ, സീരീസ് ഫീൽഡ് വരുന്ന സമയത്ത് ഇത് സീരീസ് കണക്റ്റഡ് ആണ്. സോ ഇതിന് ഫ്യൂ നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുക. ഫ്യൂ ടേൺസ് വിത്ത് ഹെവി വയേഴ്സ്. വളരെ തിക്കായിട്ടുള്ള, വളരെ ഹെവി ആയിട്ടുള്ള ഒരുപാട് കുറച്ച് നമ്പർ ഓഫ് ടേൺസ് ഉള്ള വൈൻഡിങ് ആയിരിക്കും സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. ഈ രണ്ട് സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഷണ്ട് ഫീൽഡ് ആവുന്ന സമയത്ത് മെനി നമ്പർ ഓഫ് ടേൺസ് വിത്ത് ഫ്യൂ വയേഴ്സ്, സീരീസ് ഫീൽഡ് ആവുന്ന സമയത്ത് ഫ്യൂ ടേൺസ് വിത്ത് ഹെവി വയർ. സോ ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കും. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോമ്പൗണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ കോമ്പൗണ്ട് ജനറേറ്ററിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഷോർട്ട് ഷണ്ട്, ലോങ് ഷണ്ട് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. അതായത് ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീരീസ് ഫീൽഡ് വൈൻഡിങ് വേണം, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വേണം. ഞാൻ ആദ്യം സീരീസ് ഫീൽഡ് വൈൻഡിങ് ചെയ്തു. ഇതാണ് നമ്മുടെ സീരീസ് ഫീൽഡ് വൈൻഡിങ്. ഇവിടെയും സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഈ ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട് എന്ന് പറയുന്നത് എങ്ങനെ നമ്മളുടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യും. സപ്പോസ് നമ്മുടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത് ആർമേച്ചറിന് പാരലലായിട്ട് മാത്രമാണ്. ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ മെനി നമ്പർ ഓഫ് ടേൺസ് വിത്ത് ഫ്യൂ വൈൻഡിങ്സ്, ഫ്യൂ വയേഴ്സ്, ഫ്യൂ നമ്പർ ഓഫ് ടേൺസ് വിത്ത് തിക്ക് വയേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആർമേച്ചറിന് പാരലലായിട്ട് മാത്രമാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നതെങ്കിൽ
These type of generators are called short shunt generators. Suppose നമ്മളുടെ പാരലൽ വൈൻഡിങ് സീരീസ് വൈൻഡിങ്ങും പാരലൽ വൈൻഡിങ്ങിനും കൂടെ ഒരുമിച്ചാണ് പാരലായിട്ട് വരുന്നതെങ്കിൽ that type of generators are called long shunt. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് ചേഞ്ചസ് വരും. ഇതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് ചേഞ്ചസ് വരും. ആ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് അപ്ലിക്കേഷൻസ് മാറ്റാൻ പറ്റും. അതാണ് ഇങ്ങനെയുള്ള കണക്ഷൻ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജനറേറ്ററിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കണം, പറയാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് മാത്രം ഷണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ഷണ്ട് ജനറേറ്റർ. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിനും സീരീസ് വൈൻഡിങ്ങിനും കൂടെ ഒരുമിച്ച് ഷണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലോങ് ഷണ്ട് DC ജനറേറ്റർ. റെഡി? സോ ഇനി ഇപ്പം ഇതിനകത്ത് രണ്ട് വൈൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, രണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട് ഷണ്ടും ഷണ്ട് വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ്ങും, ഇതാണ് കോമ്പൗണ്ട് ജനറേറ്ററിലുള്ളത്. അപ്പോൾ ഈ വൈൻഡിങ് ഇത് വൈൻഡിങ് ആണ്. അപ്പോൾ ഈ വൈൻഡിങ്ങിനകത്ത് നമുക്കൊരു ആംബിയർ ടേൺ ഉണ്ടാവും, ആംബിയർ ടേൺസ് MMF. ഈ MMF അല്ലെങ്കിൽ ആംബിയർ ടേൺസ് ഈ വൈൻഡിങ്ങിൻ്റെ പൊളാരിറ്റി അനുസരിച്ച് ഒന്നെങ്കിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എയ്ഡ് ചെയ്യും. രണ്ട് രീതിയിലാണ് പൊളാരിറ്റി ഉള്ളത്, എയ്ഡിങ് പൊളാരിറ്റി അതല്ലെങ്കിൽ ഓപ്പോസിങ് പൊളാരിറ്റി. എയ്ഡിങ് പൊളാരിറ്റിയും ഓപ്പോസിങ് പൊളാരിറ്റി. എയ്ഡിങ് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിയർ ടേണും ഇതിൻ്റെ ആംബിയർ ടേണും സമ്മപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് വരിക, രണ്ടും കൂടെ കൂടിയിട്ട് ടോട്ടലായിട്ടൊരു ആംബിയർ ടേൺ കിട്ടുക. ഷണ്ട് ഫീൽഡ് രണ്ടാമതൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ പൊളാരിറ്റി. ഓപ്പോസിഷൻ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഷണ്ട് ഫീൽഡിന്റെ ആംബിയർ ടേൺ സീരീസ് ഫീൽഡിന്റെ ആംബിയർ ടേണിന് ഓപ്പോസ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്ന ആ മെഷീൻസ് കിട്ടുന്ന മൊത്തം ആംബിയർ ടേൺസ് എന്ന് പറയും. ആ രീതിയിൽ ഷോർട്ട് ഷണ്ടിനെയും ലോങ് ഷണ്ടിനെയും നമ്മൾ രണ്ടെണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യുമുലേറ്റീവ് ഷണ്ട് മോട്ടർ എന്നും ഡിഫറൻഷ്യൽ ഷണ്ട് മോട്ടർ എന്നും. ഷോർട്ട് ഷണ്ടിൽ അതേപോലെ തന്നെ ലോങ് ഷണ്ടിലും ഉണ്ട്. എങ്ങനെ ഇത് എയ്ഡ് ചെയ്യുന്നു, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും എങ്ങനെ എയ്ഡ് ചെയ്യുന്നു, അതനുസരിച്ച് ക്യുമുലേറ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ കോമ്പൗണ്ട് മോട്ടർ മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. ഷോർട്ട് ഷണ്ടിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡിഫറൻഷ്യൽ ആൻഡ് ക്യുമുലേറ്റീവ്. ഷോർട്ട് ഷണ്ടിലും അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ആൻഡ് ക്യുമുലേറ്റീവ്. ഇത് രണ്ടും എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന്റെ ആംബിയർ ടേൺസും ഇവിടെയുള്ള ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ ആംബിയർ ടേൺസും, ഷണ്ട് ഫീൽഡിന്റെയും സീരീസ് ഫീൽഡിന്റെയും ആംബിയർ ടേൺസ് എയ്ഡഡ് പൊളാരിറ്റിയിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യുമുലേറ്റീവ് ഷോർട്ട് ഷണ്ട് ഓർ ക്യുമുലേറ്റീവ് ലോങ് ഷണ്ട്. അത് ഒപ്പോസിഷൻ പൊളാരിറ്റിയിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഷണ്ട് ഓർ ഡിഫറൻഷ്യൽ ലോങ് ഷണ്ട്, ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DC ജനറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ DC ജനറേറ്ററിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ്. ഈ ഒരു ജനറേറ്ററിനെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഓരോ ജനറേറ്ററിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓരോ ജനറേറ്ററിനും ഓരോ അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഓരോരോ ജനറേറ്ററായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ. അടുത്തത് നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് വൈൻഡിങ് പറഞ്ഞു, സീരീസ് ഫീൽഡ് വൈൻഡിങ്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ്. ഇതിനൊക്കെ ആസ് പെർ IS നൊട്ടേഷൻ, BIS നൊട്ടേഷൻ പ്രകാരം കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാനിവിടെ വരച്ചു ഇത് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്, ഇത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആണ്. ഇത് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണോ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആണോ എന്ന് നമുക്ക് ഡ്രോയിങ്സിൽ നിന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ ഇത് വരയ്ക്കുന്നുണ്ട്, ഇത് പാരലാണ്, സോ ഇറ്റ്സ് എ സീരീസ് ഫീൽഡ് വൈൻഡിങ്. ഇത് സീരീസ് ആണോ, സോ ഇറ്റ്സ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. സപ്പോസ് നമുക്ക് വേറൊരു രീതിയിലാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ സീരീസ് ഏതാണ്, ഷണ്ട് ഏതാണ്, അതല്ലെങ്കിൽ ആർമേച്ചർ ഏതാണെന്നുള്ള കൃത്യമായ നൊട്ടേഷൻ നമുക്ക് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് BIS പല വൈൻഡിങ്ങുകളും DC ജനറേറ്ററിനകത്ത് അല്ലെങ്കിൽ DC മെഷീൻസിനകത്ത് യൂസ് ചെയ്യുന്ന വൈൻഡിങ്ങുകൾക്ക് ഒരു ജനറൽ നൊട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജനറൽ നൊട്ടേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സപ്പോസ് ഇറ്റ്സ് എൻ ആർമേച്ചർ വൈൻഡിങ്. ഒരു ആർമേച്ചർ വൈൻഡിങ് ആണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെർമിനൽ A1 A2 എന്ന് പറയുന്ന ടെർമിനൽ നൊട്ടേഷൻ വെച്ചിട്ടാണ്. ദെൻ ആർമേച്ചർ വൈൻഡിങ് ആണെങ്കിൽ അതിൻ്റെ രണ്ടറ്റം A1 A2 എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, നൊട്ടേഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ അതിന് പകരം ഇത് B1 B2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തെങ്കിൽ നമ്മളെല്ലാവരും ആർമേച്ചർ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ആർമേച്ചർ ഒഴിച്ച് ബാക്കി എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു നൊട്ടേഷനിലാണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. B1 B2 ആണെങ്കിൽ ദാറ്റ് വൈൻഡിങ് ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്. കമ്മ്യൂട്ടേറ്റീവ് വൈൻഡിങ്.
കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് B1 B2 എന്ന് പറഞ്ഞ ടെർമിനൽ യൂസ് ചെയ്യുന്നത്. C1 C2 ആണെങ്കിൽ ദിസ് ടെർമിനൽ ഈസ് കോൾഡ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C1 C2 യൂസ് ചെയ്യും. D1 D2 സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D1 D2 യൂസ് ചെയ്യും. ഷണ്ട് ഫീൽഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് E1 E2 യൂസ് ചെയ്യും. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ്ങിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് F1 F2 ഫോർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC വൈൻഡിങ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് നൊട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ വെറുതെ ഇങ്ങനെ വരച്ചാൽ മാത്രം പോരാ, അതിനകത്തുള്ള നൊട്ടേഷൻസും കൂടെ നമ്മൾ ചെയ്യണം. ഇത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആയിരുന്നു. ആർമേച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A1 A2, ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് F1 F2. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിരുന്നെങ്കിൽ ഇവിടെ ആർമേച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A1 A2, ഷണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് E1 E2. സീരീസ് ഫീൽഡ് ആണെങ്കിൽ ആർമേച്ചർ റെപ്രസെൻറ്റ് ആസ് A1 A2, ദിസ് ഇസ് റെപ്രസെൻറ്റ് ആസ് D1 D2. അതേപോലെ നമ്മളുടെ മറ്റ് രണ്ട് വൈൻഡിങ്ങുകളിലാണ്, ഒന്ന് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് B1 B2, അതേപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് C1 C2. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. സോ ഇതാണ് വൈൻഡിങ്ങിൻ്റെ നൊട്ടേഷൻസ്. ഇത് PSC ചോദിക്കുന്ന അല്ലെങ്കിൽ പല ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ that's all about terminations and classification of DC generators. Ready? Thank you.